ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ശലഭങ്ങളുടെ ജീവിതചക്രത്തിലെ നിർണായക ഘട്ടമാണല്ലോ പ്യൂപ്പ. അതായത് ആഹാരവും ചലനവുമില്ലാത്ത നിശ്ചലാവസ്ഥ എന്ന് തോന്നുമെങ്കിലും ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്ന സമയമാണ്. പുഴുവിൽ നിന്ന് ചിത്രശലഭമായി മാറുന്ന പരിവർത്തനാവസ്ഥയാണത്. അത് സ്വാഭാവികമായി നടക്കേണ്ട പ്രക്രിയയാണ്. പുറന്തോട് പൊട്ടിച്ചുകൊടുത്ത് ശലഭത്തെ പുറത്തെടുക്കാൻ ശ്രമിച്ചാൽ ആ ശ്രമം വിജയിക്കില്ല. കാരണം ഷഡ്പദങ്ങളുടെ ജീവിതചക്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന സമയമാണത്. ആ പോരാട്ടമാണ് അതിന്റെ ഉണർവും ഊർജവും. അതിജീവിക്കാൻ അത്രമേൽ ശ്രമം നടത്തിയാണ് പുഴു പൂമ്പാറ്റയാകുന്നത് എന്നാണ് പറഞ്ഞു വന്നതിന്റെ അർത്ഥം. അതിജീവനത്തിന്റെ കരുത്തറിഞ്ഞവർക്ക് ആത്മബലം കൂടുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അടുത്തൊരു സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് തയ്യാറാക്കിയ സ്പെഷ്യൽ ന്യൂസിന് വലിയ സ്വീകാര്യത ലഭിക്കുകയും തികച്ചും പ്രചോദനാത്മകം എന്ന് പലരും നിരൂപിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ കാരണം തളരാത്ത ആത്മവിശ്വാസവും ഉപേക്ഷിക്കാത്ത പരിശ്രമവും നേട്ടങ്ങളുടെ ചിറകുകൾ മുളപ്പിക്കും എന്ന സാമാന്യ തത്വം തന്നെയാണ്. ഇനിയൊരു മാർക്ക് ലിസ്റ്റ് വായിക്കാം. പലവിധ വാർത്തകളുടെ ഇടയിൽ അധികമാരും ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് അല്ല എന്നൊറ്റ നോട്ടത്തിൽ തോന്നിയേക്കാവുന്ന ഒരു മാർക്ക് ലിസ്റ്റാണ്. ഈ സ്പെഷ്യൽ ന്യൂസ് പൂർണ്ണമായും കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണോ അല്ലയോ എന്ന്. 8/1/2026 പ്രസിദ്ധീകരിച്ച മാർക്ക് ലിസ്റ്റാണ്. അതായത് ഇത് എഴുതുന്നതിനും 3 ദിവസം മുമ്പ് മാത്രം. പാർട്ട് 1 ഫസ്റ്റ് ലാംഗ്വേജിന് A ഗ്രേഡ്, പാർട്ട് 2 ഇംഗ്ലീഷിന് A ഗ്രേഡ്, പാർട്ട് 3 ഹിന്ദിക്ക് B+, സോഷ്യൽ സയൻസിന് A ഗ്രേഡ്, ഫിസിക്സിന് A+, കെമിസ്ട്രിക്ക് A+, ബയോളജിക്ക് A+, മാത്തമാറ്റിക്സിന് B+, ഐടിക്ക് A+. ഈ മാർക്ക് ലിസ്റ്റ് കഴിഞ്ഞ നവംബറിൽ നടന്ന 10ാം തരം തുല്യതാ പരീക്ഷ എഴുതിയ തൃശൂർ ജില്ലക്കാരിയായ അനീഷ അഷ്റഫിന്റെ മാർക്ക് ലിസ്റ്റാണ്. അനീഷയ്ക്ക് പ്രായം 32ആയി. 11ാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ച് വന്നയാളാണ് അനീഷ. കാരണം വളരെ അപൂർവ രോഗമായ മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച് വീൽചെയറിലായ ജീവിതമാണ് അനീഷയുടേത്. 5ാം ക്ലാസ് വരെ പഠിച്ച അനീഷയ്ക്ക് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിട്ടും അതിനുള്ള സാഹചര്യമുണ്ടായില്ല. അനീഷ തന്നെ പറയുന്നുണ്ട്, ഞാൻ 5ാം ക്ലാസ് വരെ സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ളൂ. ആരെങ്കിലും ജയിച്ചെങ്കിലും നടക്കാനുള്ള ബുദ്ധിമുട്ട് കൂടി വന്നപ്പോ നിർത്തേണ്ടി വന്നു. അങ്ങനെ പിന്നെ കുറെ വർഷങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടാണ്ട് പോയി. പിന്നീടാണ് എന്റെ ഈ അസുഖത്തിന്റെ ഒരു സംഘടനയിൽ ജോയിൻ ചെയ്തതിന് ശേഷം വീണ്ടും പഠിക്കാനുള്ള ഒരു അവസരം വന്നത്. അവർക്ക് പഠിപ്പും മടങ്ങിപ്പോയവരെ പഠിപ്പിക്കുന്ന ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. അതിന്റെ ടീച്ചർ പറഞ്ഞിട്ടാണ് തുല്യതാ പരീക്ഷനെ കുറിച്ച് ഞാൻ അറിയുന്നതും തുല്യതാ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതും. പക്ഷെ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയുന്നത് തുല്യതാ പരീക്ഷ എന്ന് പറയുന്നത് 2 ദിവസം കൊണ്ട് 6 എക്സാം എഴുതണം. അതെന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം വീട്ടില് എന്റെ അവസ്ഥക്കനുസരിച്ച് സോഫമേല് കുഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഞാന് ഈ വീട്ടിലത്തെ സാഹചര്യത്തിൽ നിന്ന് മാറി മറ്റെവിടെയെങ്കിലും പോയിരിക്കുന്നതും വീൽ ചെയറിൽ പോലും ഒരു നിശ്ചിത സമയത്തിനപ്പുറം ഇരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ പഠിക്കാൻ അത്ര ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഇത്രയും സമയം ഇരിക്കുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യം ആലോചിച്ചപ്പോ എന്റെ മനസ്സിൽ തോന്നിയൊരു ആശയമായിരുന്നു, വീട്ടിലിരുന്ന് എന്തുകൊണ്ട് എഴുതാൻ ശ്രമിച്ചുകൂടാ, അതിനൊരു അവസരം ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അതിനെനിക്ക് കുറെ പേരുടെ സപ്പോർട്ട് കിട്ടി. അന്വേഷണം മുന്നോട്ട് പോയി. പക്ഷെ അപ്പോഴും കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അനീഷ 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ചു. അതിനുശേഷം 10ാം തരം തുല്യതാ പരീക്ഷ എഴുതാൻ ആഗ്രഹം തോന്നി പഠിച്ചു തുടങ്ങി. എന്നാൽ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാനുള്ള അനുമതിക്ക് സാങ്കേതിക തടസ്സങ്ങളുണ്ടായി. ഒരാൾക്ക് മാത്രം പ്രത്യേക അനുമതി എന്നത് സാങ്കേതിക പ്രശ്നം തന്നെയാണല്ലോ. പരീക്ഷാഭവന്റേതാണ് അന്തിമ തീരുമാനം. പല വഴിക്കും ശ്രമം നടത്തി. പരീക്ഷാഭവൻ നേരിട്ട് തീരുമാനം എടുക്കുന്ന ഒരു കാര്യമാണ്, വേറെ ആർക്കും ഇടപെടാൻ പറ്റൂല എന്നുള്ള രീതിയിലാണ് മറുപടി കിട്ടിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയം എന്റെ ഒരു അവസ്ഥ ഭയങ്കര ടെൻഷൻ പിടിച്ചതായിരുന്നു. ഇത്രയും എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടും അതിനിടക്ക് പലവട്ടം വയ്യാണ്ടാവുന്നുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ട്. അപ്പൊ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അതിന്റെ അടുക്കും പഠിച്ചിട്ടും ഇത് വെറുതെ ആയി പോവോ, നടക്കൂലേ എന്നുള്ള ഒരു ടെൻഷൻ ഒരു ഭാഗത്ത്, പഠിക്കാനുള്ള ഒരു ആഗ്രഹം വേറെ ഭാഗത്ത്. അങ്ങനെ മുന്നോട്ട് തന്നെ പോയി. ഒടുവിൽ മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ CM വിത്ത് മീ ടീമിനെയും ഒക്കെ ബന്ധപ്പെട്ടു. ഷാർജ മലയാളി അസോസിയേഷൻ സംഘാടകനായ ഷബീർ ഉൾപ്പെടെയുള്ളവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. ഒടുവിൽ സർക്കാർ ഇടപെട്ടു.
പിന്നെ ലാസ്റ്റ് CM വിത്ത് മീലും വിളിച്ചറിയിച്ചു. പിന്നെ പല ഭാഗത്തുനിന്നും നമ്മൾ ശ്രമിക്കുന്നതനുസരിച്ച് നമുക്ക് സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ടായിരുന്നു. എന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാര് ശ്രമങ്ങളുണ്ട്, പല വഴിക്കും ശ്രമങ്ങൾ നടത്തി. അവസാനം പരീക്ഷയുടെ 1.5 ദിവസം മുമ്പാണ് ഈ ഒരു അനുമതി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് വഴി വരുന്നത്. അതുവരെ ഞാൻ ഭയങ്കര ടെൻഷന്റെ മുകളിലായിരുന്നു. അവസാനം കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി. വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് എന്നെ വിളിച്ച് ഉത്തരവ് വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു. അങ്ങനെയാണ് പരീക്ഷ എഴുതാൻ പറ്റിയത്. ലാസ്റ്റ് വിജയത്തിലെത്തി. ഇപ്പൊ അതിന്റെ റിസൾട്ടും വന്നു. നോക്കൂ, ഇങ്ങനെ പഠിക്കാനും പരീക്ഷ എഴുതാനും ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ടെന്നും ഉറച്ച തീരുമാനമെടുത്ത അനീഷയുടെ മാർക്ക് ലിസ്റ്റാണ് ഇപ്പോൾ ലോകം കാണുന്നത്. അതിനിത്ര വലിയ പ്രാധാന്യം ലഭിക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നേരത്തെ പറഞ്ഞില്ലേ, പോരാട്ടം ഉണർവാണ്. അതിനുള്ള ഊർജം കിട്ടുന്നത് സർവൈവൽ എന്തെന്ന് തിരിച്ചറിയുമ്പോഴാണ്. ചില വൃക്ഷങ്ങളെ കണ്ടിട്ടില്ലേ, വെള്ളവും വളവും സൂര്യപ്രകാശവുമൊക്കെ സ്വയം വലിച്ചെടുത്ത് വളരുന്ന വൃക്ഷങ്ങൾ. അവ തഴച്ചു വളരും. തളരാത്ത ആത്മവിശ്വാസവും ഉപേക്ഷിക്കാത്ത പരിശ്രമവും ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. അതിനുദാഹരണമാണ് തൃശൂരിലെ അനീഷയും.